അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം രൂക്ഷമാകുകയാണ്. പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായി അഫ്ഗാൻ സൈന്യം പാക് അതിർത്തിക്കുള്ളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഇന്ന് പുലർച്ചെ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലും പ്രധാന നഗരമായ കാണ്ഡഹാറിലും പാകിസ്ഥാൻ ശക്തമായ വ്യോമാക്രമണം നടത്തി. കാബൂൾ, കാണ്ഡഹാർ, പക്തിയ പ്രവിശ്യകളിലാണ് പാക് വിമാനങ്ങൾ ബോംബിട്ടത്. കാബൂളിൽ മാത്രം 3-ലധികം സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. ഇതോടെ മേഖലയിൽ യുദ്ധഭീതി നിലനിൽക്കുകയാണ്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇരു രാജ്യങ്ങളും തമ്മിൽ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചതോടെ ആശങ്കയിലാണ്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ മിന്നലാക്രമണത്തിന് ഓപ്പറേഷൻ ലിൽ ഹഖ് എന്നാണ് പാകിസ്ഥാൻ പേര് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ആരോപിച്ചു. വ്യാഴാഴ്ച രാത്രി വൈകി പാകിസ്ഥാന്റെ അതിർത്തി പോസ്റ്റുകൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടു. ഡ്യൂറന്റ് ലൈനിലെ 6 പ്രവിശ്യകളിലായി നടന്ന ഈ പ്രത്യാക്രമണം ഏകദേശം 4 മണിക്കൂറോളം നീണ്ടുനിന്നു. ആക്രമണത്തിൽ 55 പാക് സൈനികരെ വധിച്ചതായും 19 അതിർത്തി പോസ്റ്റുകൾ തകർത്തതായും അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഈ കണക്കുകൾ തള്ളിക്കളഞ്ഞു. തങ്ങളുടെ 2 സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നും തിരിച്ചടിയിൽ 100-ലധികം അഫ്ഗാൻ പോരാളികളെ വധിച്ചതായും പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രാലയം വ്യക്തമാക്കി. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിശ്ചയിച്ച 2611 കിലോമീറ്റർ നീളമുള്ള ഡ്യൂറന്റ് ലൈൻ അതിർത്തിയായി അംഗീകരിക്കാൻ അഫ്ഗാനിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. TTP ഭീകരർ അഫ്ഗാൻ മണ്ണ് ഉപയോഗിച്ച് പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നുവെന്ന പാകിസ്ഥാന്റെ ആരോപണത്തിലും തർക്കം രൂക്ഷമാകുകയാണ്. നിലവിൽ ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാബൂളിലെയും കാണ്ഡഹാറിലെയും വ്യോമാക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിർത്തിയിൽ സംഘർഷം ഇപ്പോഴും പുകയുകയാണ്. നിരവധി പാക് സൈനികരെ ജീവനോടെ പിടികൂടി. ഡസൻ കണക്കിന് ലൈറ്റ്, ഹെവി ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, സൈനിക സാമഗ്രികൾ എന്നിവ പിടിച്ചെടുത്തു. ഒരു പാകിസ്ഥാൻ ടാങ്ക് നശിപ്പിക്കുകയും ഒരു വലിയ സൈനിക ഗതാഗത വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു എന്ന് അഫ്ഗാനിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 22-ന് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനികാക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 70ഓളം ഭീകരരെ വധിച്ചെന്നാണ് പാക് സൈന്യം അവകാശപ്പെട്ടത്. എന്നാൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും പറഞ്ഞിട്ടുണ്ട്. അതേസമയം ജനവാസ മേഖലകളിലും മദ്രസകളിലും പാകിസ്ഥാൻ ബോംബിട്ടതായും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും താലിബാൻ വക്താവ് സബീഹുല്ല മുജാഹിദ് അറിയിച്ചു. ഭീകരരെ കൊലപ്പെടുത്തിയെന്ന പാക് വാദം തെറ്റാണെന്നും സ്വന്തം രാജ്യത്തെ സുരക്ഷാ വീഴ്ചകൾ മറയ്ക്കാനാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നുമാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. കാബൂളിലും കാണ്ഡഹാറിലും യുദ്ധവിമാനങ്ങളുടെ ശബ്ദം കേട്ടതായും 2 മണിക്കൂറിലധികം വെടിവയ്പും സ്ഫോടനവും നടന്നതായും റിപ്പോർട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്ക അതിർത്തിയായ ഡ്യൂറന്റ് ലൈനിലെ പാകിസ്ഥാൻ സൈനിക താവളങ്ങളെയാണ് ലക്ഷ്യം വെച്ചതെന്ന് അഫ്ഗാൻ അധികൃതർ അവകാശപ്പെട്ടു. എന്നാൽ അഫ്ഗാൻ ആക്രമണം പ്രകോപനമില്ലാതെയായിരുന്നുവെന്ന് പാകിസ്ഥാൻ തിരിച്ചടിച്ചു. മലയോര അതിർത്തികളിൽ മണിക്കൂറുകളോളം നീണ്ട കനത്ത പോരാട്ടമാണ് നടന്നത്. പരസ്പരം സൈനിക പോസ്റ്റുകൾ നശിപ്പിച്ചതായി ഇരുപക്ഷവും അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ നഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കൃത്യമായ കണക്കുകളുമില്ല. എന്നാൽ കൃത്യമായ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. സ്വന്തം ഭാഗത്തെ നാശനഷ്ടങ്ങൾ കുറച്ചു കാണിക്കാനും എതിർപക്ഷത്തിന് വലിയ ആഘാതം സൃഷ്ടിച്ചുവെന്ന് വരുത്താനുമാണ് ഇരു സർക്കാരുകളും ശ്രമിക്കുന്നത്. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. അഫ്ഗാൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കാൻ താലിബാൻ തയ്യാറാകുന്നില്ലെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. എന്നാൽ താലിബാൻ ഭരണകൂടം ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. മാസങ്ങളായി തുടരുന്ന ഈ തർക്കമാണ് ഇപ്പോൾ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.